ബാക്ക് ടു അനദർ എക്സൈറ്റിംഗ് ട്യൂട്ടോറിയൽ. സോ ഇന്ന് നമ്മൾ ടെക്സ്ചറിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ഇതൊരു ഒരു ഒരു ഡിഫറെൻറ്റ് മെത്തേഡാണ്. സോ ഞാൻ മെത്തേഡ് ബേസിക്കലി എന്താ സംഭവം എന്ന് കറക്റ്റ് പറഞ്ഞുതരാം. സോ നമ്മൾ സാധാരണ ഒരു ഒബ്ജക്റ്റിനെ ടെക്സ്ചർ ചെയ്യുന്ന സമയത്ത് ആ ടെക്സ്ചർ നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ മുകളിലായിരിക്കും കൊടുക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റിൽ കൊടുക്കുന്നതിന് പകരം ഇതിൻ്റെ എൻവയോൺമെൻറ്റ് ടെക്സ്ചർ ചെയ്യും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ എൻവയോൺമെൻറ്റിലുള്ള ടെക്സ്ചർ ഉണ്ടല്ലോ അതിനെ നമ്മളെ ഒബ്ജക്റ്റിലോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. സോ അങ്ങനെ ചെയ്യിപ്പിക്കാനുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഈ കാണുന്ന പോലത്തെ ഒരു ലുക്ക് നമുക്ക് കിട്ടും. ലൈക്ക് ഒരു ലിക്വിഡ് സിമ്മ് ചെയ്യാതെ തന്നെ നമുക്കൊരു ലിക്വിഡി ടൈപ്പ് ഓഫ് ടെക്സ്ചേഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല നിങ്ങളൊരു നോർമൽ വഴിയിലൂടെ ഇതും ചെയ്യാൻ നോക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള ചിലന്തി വല പോലുള്ള വലിയ വലിയ നോട്ട്സും സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. സോ നമുക്കതങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് തിരിഞ്ഞിരിക്കട്ടെ. ഓക്കെ കൂൾ. സോ ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു തലയൊട്ടി കാണാം, ഒരു കണ്ണ് കാണാം, പിന്നെ അതിൻ്റെ മുകളിൽ ഒരു വളരെ വിയേർഡായിട്ടുള്ളൊരു മെറ്റാലിക് കൈൻഡ് ഓഫ് ടെക്സ്ചർ നമുക്ക് കാണാം. സോ ഇതെങ്ങനെ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു കോപ്പിയുടെ വീഡിയോ ആണ്. സോ കോപ്പിയുടെ വീഡിയോ എന്ന് പറയാൻ കാരണം ഇത് ആരാ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ആർട്ട് സിൻഡ്രം 3 എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ ഈ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് 2 മാസം മുന്നേ. സോ ഇത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇൻട്രസ്റ്റ് ആയി. സോ ഞാൻ മലയാളത്തിൽ ചെയ്യാമെന്ന് കരുതി. സോ ദാറ്റ്സ് വൈ വി ആർ കോപ്പിങ് ദിസ് വീഡിയോ. ആദ്യം ഇത് പറഞ്ഞു, ഇനി അത് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ പറഞ്ഞുതരാം. ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത് വളരെ വലിയ പൊട്ടൻഷ്യലാണ്. നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ കാണിച്ചു തരാം. സോ ഇത് എഡ്വേർഡ് ഓവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരൻ, ഒരു ആർട്ടിസ്റ്റാണ്, ഉക്രൈനിലുള്ളൊരു ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പുള്ളിക്കാരൻ ചെയ്യുന്നത് സിനിമ 4Dയിലാണ്. സോ ഇതിൻ്റെ പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റൈൽ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സൈക്കിക് സാധനങ്ങളാണ്. സോ പുള്ളിക്കാരൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഈ കൺസേർട്ടും കാര്യങ്ങളും നടക്കുമ്പോൾ ഈ കൺസേർട്ടിലൊക്കെ നിങ്ങൾ ബാക്കിൽ മോണിറ്ററിലൊക്കെ ഭയങ്കര ട്രിപ്പി ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടിട്ടില്ലേ? സോ ആ സാധനം ഉണ്ടാക്കുന്നതാണ് പുള്ളിക്കാരൻ്റെ പണി. സോ പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റൈല് നമുക്ക് ഇതിൻ്റെ അകത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല, അയാളുടെ ഒരു സ്റ്റൈല് നമുക്ക് ഈസിലി ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. സോ നമുക്കതെങ്ങനെ തുടങ്ങാം. സോ ഇത് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ച പ്രൊജക്റ്റാണ്. സോ ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് പുതിയൊരു പരിപാടി തുടങ്ങാം. സേവ് അടിച്ചു. ഓക്കെ. ആദ്യം എനിക്ക് ഇതിൻ്റെ മുകളിലുള്ള ഒരു സാധനവും വേണ്ട. എക്സ് അടിച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഞാൻ കുറച്ച് സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു തലയൊട്ടി. അപ്പം അതിനു വേണ്ടി ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നു. GLB ഫയലാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. ആളെ കണ്ടുപിടിച്ചിട്ട് സ്കൾ മോഡൽ. ഓക്കെ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്യാം. സോ ഇതാണ് നമ്മൾ മോഡൽ. സോ ഇതിന് ജസ്റ്റ് ഒന്ന് ഇത് നമ്മൾ സ്കെച്ച് ഫാബിൽ നിന്ന് ഡൗൺലോഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അത് വേർട്ടിസിക്സ് കുറേ ത്രികോണങ്ങൾ വരുന്നതാണ്. സോ അത് ടെക്സ്ചർ ചെയ്യുന്ന സമയത്ത് വളരെ വൃത്തികേടായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ടാബ് ക്ലിക്ക് ചെയ്യുക, എ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എഡിറ്റ് മോഡിലാണ്, എ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം സെലക്ട് ആവും. അതിനുശേഷം Alt+J ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം അറിയണം. ഒന്നുകൂടെ കാണിച്ചു തരാം. Alt+J കണ്ടോ? അപ്പോൾ സാധനങ്ങൾ പോയി കണ്ടോ? അപ്പം നമ്മളിതിനെ എന്തായാലും റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ പോവുകയാണല്ലോ. അപ്പം ആർട്ടിഫാക്ട്സ് കുറവായിരിക്കും. സോ ഇത് ഓൾറെഡി ടെക്സ്ചേർഡ് ആയിട്ട് വരുന്നൊരു മോഡലാണ്. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. നൈസായിട്ട് ടെക്സ്ചർ ചെയ്ത സാധനം. പക്ഷേ നമുക്കിത് ആവശ്യമില്ല. സോ ഞാൻ ഷെയ്ഡിങ്ങിൽ പോകുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ഈ ടെക്സ്ചർ നമുക്ക് ആവശ്യമില്ല. ഞാൻ ഇവിടെ ഈ എക്സ് അടിച്ച് ഡിലീറ്റ് ചെയ്യുന്നു. പല്ലിൽ ഗോൾഡ് കൊടുത്തിട്ടുണ്ട്, അതൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ നമ്മളിപ്പം ക്ലീൻ ആക്കി വെച്ചു പുള്ളിക്കാരനെ. അപ്പോൾ ഇനി തലയൊട്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തലയൊട്ടീൻ്റെ ജോയിൻ ഇത് നമുക്ക് ഒന്ന് ഡിഫറെൻറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഇപ്പം അത് ആവശ്യമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ്റെ പല്ല് സെപ്പറേറ്റാണ്. സോ നമുക്ക് ആ പല്ല് മൊത്തം എ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. എന്നിട്ട് Ctrl+J ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതൊറ്റ മെഷായി മാറും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ മെല്ലെ മേലോട്ട് ഉയർത്തി വെക്കുന്നു. ഞാൻ ഷിഫ്റ്റ് ഒരു ക്യാമറ ആഡ് ചെയ്യുന്നു. എന്നിട്ട് Ctrl+Alt+Num+0 ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ക്യാമറ അലൈൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ പുള്ളിക്കാരനൊക്കെ തലയൊട്ടീനെ സെലക്ട് ചെയ്യുന്നു. 2 തവണ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് കിട്ടും. ഞാൻ അതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ആക്കി വെച്ച ശേഷം വയ്ക്കുന്നു. അതിനുശേഷം ക്യാമറയിൽ പോയിട്ട് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ 50 mm കിടക്കുന്നത്. സോ യൂഷ്വലി നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഈ ലെൻസ് തിയറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം എനിക്ക് കറക്റ്റ് ഇതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. ആകെ അറിയുന്നൊരു സംഭവം ഞാൻ ഇവിടെ പറഞ്ഞുതരാം.
അതായത് ഇങ്ങനെയുള്ള 50 100ൻ്റെ താഴെയുള്ള ഉള്ള ക്യാമറ ഫോക്കൽ ലെങ്ത് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്നില്ലെങ്കിൽ ഷ്രിങ്ക് ആവും, അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെ കാണിക്കാം, ഒന്നില്ലെങ്കിൽ ഷ്രിങ്ക് ആവും അല്ലെങ്കിൽ തടിച്ചു പോകും ഇതിൻ്റെ ഷേപ്പ്. സോ നിങ്ങളിപ്പം ഒരു പേഴ്സണലി നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യാമെന്ന് കരുതുക, ലൈക്ക് നിങ്ങളൊരു പ്രൊഡക്റ്റ് ആനിമേഷൻ ചെയ്യാം, ഒരു പെർഫ്യൂമിൻ്റെ പ്രൊഡക്റ്റ് ആനിമേഷൻ ചെയ്യാമെന്ന് വെച്ചോ. അപ്പോൾ അതിനകത്ത് ആ പെർഫ്യൂം ബോട്ടിൽ അവർ തരുന്ന ആ സെയിം എക്സാക്ട് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഫോക്കൽ ലെങ്ത് അറ്റ്ലീസ്റ്റ് 100ൻ്റെ മുകളിലായിരിക്കണം. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് 120 mm ആണ്. സോ 120 ഇടുന്ന സമയത്ത് ഇത് സൂംഡ് ആയിരിക്കും, പക്ഷേ നമ്മൾ ഈ ക്യാമറ പിടിച്ച് Shift+F ക്ലിക്ക് ചെയ്ത് ബാക്കോട്ട് പോകുന്നു. ഓക്കെ, വൺസ് മോർ. ഇപ്പോൾ ഞാൻ Shift+F ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത്. സോ ഇത് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. സോ ഈ Shift+F എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂവിൽ പോവാം. വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നാവിഗേഷനിൽ വാക്ക് നാവിഗേഷൻ എന്നുള്ള സാധനം ഉണ്ടാവും. അതിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കാം. എന്നിട്ട് ആഡ് ഷോർട്ട് കട്ട് എന്നായിരിക്കും ഇവിടെ ചേഞ്ച് ഷോർട്ട് കട്ട് എന്ന് കിടക്കുന്നത്. ആഡ് ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. യൂഷ്വലി എല്ലാവരും Shift+F ആണ് യൂസ് ചെയ്യുക. സോ ജസ്റ്റ് യൂസ് Shift+F. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇതിനെ ടെക്സ്ചർ ചെയ്ത് തുടങ്ങണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിനെ 2 സെപ്പറേറ്റ് സ്ക്രീൻ ആക്കുന്നുണ്ട്. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ പുതിയ ഉണ്ടാക്കിയ ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സാധനം ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഷെയ്ഡ് എഡിറ്റർ എടുക്കുക. എന്നിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ ഒരു വിൻഡോ എക്സ്ട്രാ ഉണ്ട്, ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ആവും. സോ ഇവിടെ ഒന്നുമില്ല, ക്ലിയറായി കിടക്കുന്നു. ഇനി നമ്മൾ ടെക്സ്ചർ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ഒരു സംഭവം ചെയ്യണം. ഇവിടെ നമ്മൾ റെൻഡർ സെറ്റിങ്സ് പോവുക, EV മാറ്റിയിട്ട് സൈക്കിൾസ് ആക്കുക. അതിനുശേഷം CPU GPU ആക്കുന്നു. പിന്നെ മാക്സിമം സാമ്പിൾസ് ഫോർ വ്യൂ പോർട്ട് ഞാൻ 64 കൊടുക്കുന്നു. മാക്സിമം സാമ്പിൾസ് ഫോർ റെൻഡർ ഐ ആം ഗോയിങ് ടു ഗീവ് 128. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യമായിട്ട് ടെക്സ്ചർ ചെയ്ത് തുടങ്ങാം. അതിനു മുന്നേ സോറി ഗൈസ്, ഞാൻ ഇങ്ങനെ അതിനു മുന്നേ എന്ന് പറയുന്നുണ്ട്. ഒരൊറ്റ കാര്യം കൂടി എനിക്ക് അവസാനമായിട്ട് കാണിക്കുന്നുണ്ട്. അത് കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് പോകാം. ഞാൻ കുറച്ച് ട്രിപ്പി സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലത്തെ കുറച്ച് പാറ്റേൺസ്, നല്ല കളർഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് ഞാൻ പെക്സലിൽ പോയി ഡൗൺലോഡ് ചെയ്തതാണ്. പെക്സലിൽ പോയിട്ട് ചുമ്മാ കളർഫുൾ പാറ്റേൺസ് ജസ്റ്റ് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ സാധനം കിട്ടും. ഈ കളർ ടെക്സ്ചേഴ്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ റാപ്പ് ചെയ്ത് കൊടുത്തിട്ട്, അതായത് നമ്മുടെ ഈ എൻവയോൺമെൻറ്റിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ ദി ഈസിയസ്റ്റ് വേ ഈസ് ഐ എം ഗോയിങ് ടു ഷോ യു. സോ ആദ്യം നമുക്ക് ഒരു ഷിഫ്റ്റ് കൊടുത്തിട്ട് ഒരു പ്ലെയിൻ എടുക്കുക. ആ പ്ലെയിൻ എടുത്ത ശേഷം RX90 എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ 90 ഡിഗ്രിയിൽ ഈ സാധനം സെറ്റായി കിട്ടും. അതിനുശേഷം പുള്ളിക്കാരൻ എല്ലാം നീക്കി തിരിച്ചു പോവുക. നംപാഡ് 0 നോക്കിയിട്ട് ക്യാമറ വ്യൂവിലോട്ട് വരിക, ഇങ്ങോട്ട് പൊന്തിച്ച് വയ്ക്കുക, എന്നിട്ട് ഒറ്റയടിക്ക് സ്കെയിൽ ചെയ്ത് വയ്ക്കുക. സോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു സാധനം ഉണ്ടാവില്ല, പ്യുവർ ബ്ലാക്ക് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു BG കൊടുക്കുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ റെൻഡർ വീലിടുന്നു. ഞാൻ റെൻഡർ വീലിടുന്നപ്പോൾ ഒരു സാധനവുമില്ല. ആദ്യം നമുക്ക് വ്യൂ പോർട്ട് പോവാം, ഷെയ്ഡ് എഡിറ്റർ പോവാം. അതിനകത്ത് ഒബ്ജക്റ്റിലായിരിക്കും കിടക്കുന്നത്, അത് വേൾഡ് ആക്കാം. വേൾഡ് ആക്കിയ ശേഷം നമ്മൾ ഷിഫ്റ്റ് ഓക്കെ, വേറെ ഷോർട്ട് കട്ടുണ്ട്. സോ നിങ്ങൾ എഡിറ്റിൽ പ്രിഫറൻസ് പോയി കഴിഞ്ഞിട്ട് ആഡ് ഓൺസിൽ നോഡ് റാങ്കുലർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാമാനം കിട്ടും. ഇതിനെ എനേബിൾ ചെയ്തിടുക. സോ ഇതിനെ എനേബിൾ ചെയ്താലേ ഞാൻ പറയുന്ന ചില ഷോർട്ട് കട്ട്സ് ഇതിനകത്ത് വർക്ക് ആവത്തുള്ളൂ. സോ ഞാനിത് സെലക്ട് ചെയ്തു. അതിനുശേഷം Ctrl+T ക്ലിക്ക് ചെയ്യുന്നു. Ctrl+T ക്ലിക്ക് ചെയ്യുന്നു. വന്നു T ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഇമേജ് ടെക്സ്ചർ കൊടുക്കാനുള്ള സാധനം, ഒരു മാപ്പിംഗ് നോഡ്, പിന്നെ ഒരു ടെക്സ്ചർ കോർഡിനേറ്റ് നോഡ്, അങ്ങനെ എത്ര സാധനങ്ങൾ കിട്ടും. അതിനുശേഷം നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റ് ടെക്സ്ചർ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഓപ്പൺ അടിക്കാം. ഓപ്പൺ അടിച്ചിട്ട് നമ്മൾ എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത് ആ പാറ്റേൺ മെല്ലെ ഓപ്പണായി കൊടുക്കാം. അത് ഓപ്പണായി കൊടുക്കുമ്പോൾ നമ്മുടെ പാറ്റേൺ ഇതിൻ്റെ അകത്ത് വൃത്തിയിൽ നമ്മുടെ എൻവയോൺമെൻറ്റിന് ചുറ്റും വന്നിട്ടുണ്ടാവും. നൈസ് അല്ലേ? സോ ഇപ്പോഴും ഇത് നായി വെള്ളം കുടിക്കാത്ത രീതിയിലാണ് കിടക്കുന്നത്. സോ അതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടി ചെയ്യണം. ഇവിടെ റെൻഡർ സെറ്റിങ്സിൻ്റെ തൊട്ട് താഴെ ഔട്ട്പുട്ട് ഉണ്ടാവും. ഔട്ട്പുട്ടിൽ ഈ റെൻഡർ റീജിയൻ എന്നുള്ള സാധനം ഉണ്ടാവും. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറയുടെ താഴെയുള്ള ഈ വ്യൂ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം ഇറ്റ് വിൽ ബി ലെസ് ഡിസ്ട്രാക്റ്റീവ്. സോ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് തന്നെ ചെയ്യാം, ഇതിൻ്റെ അകത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ അതിനു വേണ്ടി ഇതൊക്കെ ഞാൻ പേഴ്സണലി ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചെന്നേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് മോഡിലോട്ട് പോവാം. അതിനുശേഷം നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള
ഈ ഒരു പ്ലെയിൻ ഉണ്ടല്ലോ, ഈ പുള്ളിക്കാരനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിന് BG എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റാലിക്കും റഫ്നെസ്സും കൂട്ടി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ബേസ് കളർ ഉണ്ടല്ലോ അതിനെ പ്യുവർ ബ്ലാക്ക് ആക്കാം. അപ്പോൾ എന്നാ സംഭവം ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ഈ എൻവയൺമെൻറ്റ് എന്ത് സാധനം കൊടുത്തു കഴിഞ്ഞാലും ഈ സാധനം അധികം റിഫ്ലക്റ്റോ ഒന്നും ചെയ്യത്തില്ല. അതങ്ങനെ തന്നെ ബ്ലാക്ക് ആയിട്ട് തന്നെ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. സ്കള്ളിനെ തൊട്ട ശേഷം സെലക്ട് ചെയ്ത ശേഷം ന്യൂ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ പേരും സ്കള്ളെന്ന് കൊടുക്കുന്നു. സോ എല്ലാത്തിനും ഇടയ്ക്കിടയ്ക്ക് പേര് കൊടുക്കുന്നത് ഒരു തരത്തിൽ നല്ലതാണ് കേട്ടോ. സോ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുമ്പോൾ വെച്ചാൽ ഇതിൻ്റെ കളറും ഞാൻ പ്യുവർ ബ്ലാക്ക് ആക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ റഫ്നെസ് ഞാൻ 0 കൊടുക്കുന്നു. സോ ഇപ്പം തന്നെ ഓൾറെഡി നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ടെക്സ്ചർ ഇതിൻ്റെ മുകളിൽ കാസ്റ്റ് ചെയ്യുന്നതാണ്. കണ്ടില്ല ചെറുതായിട്ട്. സോ ഇനി ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വേൾഡിലോട്ട് പോകുന്നു. അതിനുശേഷം ഇതിൻ്റെ ഇൻറ്റൻസിറ്റി മെല്ലെ ഇവിടെ കൂട്ടി കൊടുക്കുന്നു. കണ്ടില്ലേ സാധനം ഉണ്ടല്ലേ, പെട്ടെന്ന് ആ സാധനം ക്ലീനായിട്ട് വന്നിട്ടില്ല. ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള പാറ്റേൺസ് കിട്ടി. സോ ഇനി നമുക്കിതിനെ കുറച്ചുകൂടി ഇമ്പ്രൂവൈസ് ചെയ്യാം, ഇതിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കി എടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും തിരിച്ച് ഒബ്ജക്റ്റിലോട്ട് പോകുന്നു. അതിനുശേഷം ഈ സ്കളിനെ തൊടുന്നു. അപ്പം സ്കളിൻ്റെ ടെക്സ്ചറിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഷിഫ്റ്റ് ഒരു നോയ്സ് ടെക്സ്ചർ എടുക്കുക. അതിനുശേഷം നോയ്സ് ടെക്സ്ചറിൽ ക്ലിക്ക് ചെയ്ത ശേഷം Ctrl+T ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാപ്പിംഗ് നോഡും കാര്യങ്ങളൊക്കെ വരും. നോഡ് റാങ്കുലർ എനേബിൾ ഇറ്റ്. അതിനുശേഷം ഞാൻ ഈ മാമന്മാരെയൊക്കെ കുറച്ച് നീക്കി വെച്ച ശേഷം ഷിഫ്റ്റ് വേണ്ട, ഡയറക്റ്റ് എന്താ സംഭവിക്കുന്നത് കാണാം. ഈ കളർ ഞാൻ ഡയറക്റ്റ് ഇതിൻ്റെ റഫ്നെസ്സിൽ കൊടുക്കും. അപ്പം ഇത് നമ്മൾ ചെയ്തൊക്കെ ചുമ്മാ ആർക്കോ വേണ്ടി ചെയ്ത പോലെയായി. ഇനി നമുക്ക് ചുമ്മാ ഈ ഇതിൻ്റെ ഡീറ്റെയിലും അതും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാലും ഇതിൽ പ്രത്യേകിച്ച് മാറ്റം കാണത്തില്ല. സോ ഒരു ടിപ്പ് പറഞ്ഞാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പം ഞാനിപ്പോൾ സ്കെയിലിൻ്റെ വാല്യൂ മാറ്റി. അപ്പോൾ അത് നമുക്ക് റീസെറ്റ് ചെയ്യണമെന്ന് കരുതിക്കോ. ഈ കേഴ്സർ ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയിക്കുക. അതായത് നമ്മുടെ ബാക്ക് സ്പേസില്ലേ അതൊറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്കെയിൽ റീസെറ്റ് ആവും. ഷിഫ്റ്റ് റാമ്പ് ഒരു കളർ റാമ്പ് ഒന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് കളർ റാമ്പ് പിടിച്ച് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലിടുക. അതിനുശേഷം നമ്മുടെ ഈ ബ്ലാക്ക് വാല്യൂസിനെ മെല്ലെ അങ്ങോട്ട് മുന്നോട്ട് നീക്കി കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പോയ പ്രൗഡിയൊക്കെ തിരിച്ചു വരുന്ന കാണാം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കെയിലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇട്ടൊന്ന് കളിച്ച് കുറച്ച് വേരിയേഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണമെങ്കിൽ. ആൻഡ് അതിനുശേഷം ഇത് കുറച്ചുകൂടെ ഒന്ന് ബ്ലെൻഡ് ആയിക്കട്ടെ. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇംപ്രൊവൈസ് ചെയ്യാൻ വേണ്ടി ചെയ്തത് ആക്ച്വലി ഇറ്റ് ലുക്സ് ലൈക്ക് നമ്മൾ അവിടെ എന്തോ ഒരു ബ്ലർ വന്ന പോലെയാണ് ഇപ്പം കിടക്കുന്നത്. സോ അത് നമുക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാക്ക് വാല്യൂസിൻ്റെ ഇവിടെ തൊടുക. എന്നിട്ട് ഇതിനെ കുറച്ച് ഗ്രേ ആക്കി കൊടുക്കുക. അപ്പം കുറച്ചുകൂടെ അത് ബ്ലെൻഡായി കയറും. അതുപോലെ തന്നെ ഈ വൈറ്റ് വാല്യൂസ് ഉണ്ടല്ലോ, വൈറ്റ് വാല്യൂസിൻ്റെ മുകളിൽ പോയി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയും പിടിച്ചിട്ട് ഈ വൈറ്റിനെ കുറച്ച് ഗ്രേ ആക്കി കൊടുക്കുക. സോ അത് അത്ര വിസിബിളി അല്ല കിടക്കുന്നത്, അത് കുറച്ചുകൂടെ ബെറ്ററായി. കണ്ടില്ല? സോ ഇത്രയും ചെയ്താൽ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ വൃത്തിയായി. ഇനി നമുക്കിതിന് മുകളിൽ ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രാ കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ചുമ്മാ ഇവിടെ കോമ്പോസിറ്റിംഗ് ടാബിലോട്ട് പോകാം. വേണ്ട, നമുക്ക് ഇവിടെ തന്നെ കോമ്പോസിറ്റിംഗ് ടാബിനെ കൊണ്ടുവരാം. ഇവിടെ ഈ കോർണറിൽ പോയിട്ട് മേലോട്ട് വലിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കോമ്പോസിറ്റർ പോവാം. എന്നിട്ട് ഇവിടെ യൂസ് നോട്ട്സ് എന്ന് പറഞ്ഞ സാധനം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഷിഫ്റ്റ് ഗ്ലെയർ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ പിടിച്ചിട്ട് കൊടുക്കുക. പക്ഷേ അതൊന്നും ഇവിടെ കാണാൻ പറ്റത്തില്ല. കാണുന്നുണ്ടെങ്കിൽ ഈ റെൻഡർ മോഡിൽ ഇവിടെ ഒരു താഴോട്ടുള്ള ആരോ ആണ്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്യാമറ അല്ലെങ്കിൽ ഓൾവേസ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഈ സാധനം അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല നമ്മുടെ ഈ കോമ്പോസിറ്റർ ടാബിൽ കാണിക്കുന്ന പോലെ, ബട്ട് ഇറ്റ് വിൽ ഡു ഓൾമോസ്റ്റ് സിമിലർ. നമുക്ക് പ്രിവ്യൂ ചെയ്യാൻ പറ്റും എന്താ നടക്കുന്നതെന്ന്. എന്നിട്ട് നമ്മുടെ ഈ സ്ട്രീക്സ് എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ബ്ലൂം കൊടുക്കുന്നു. എനിക്ക് ബ്ലൂമാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. സോ ഞാൻ ബ്ലൂം കൊടുത്തു. കുറച്ച് ഒരു 7 വാല്യൂ ഒക്കെ ഞാൻ കൊടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത്രയായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തിൻ ഫിലിം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും. ഇത് ബ്ലെൻഡർ 4.1 ശേഷം വന്നതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ ഓൾഡർ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ തിക്നെസ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. ഈ
തിൻ ഫിലിമിലെ ഈ തിക്നെസ് മെല്ലെ കൂട്ടി കൊടുക്കുക. മെല്ലെ കൂട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി മാറി വരും. ഇത് ഇല്ലാതെ ഇത് ഒരു 256 ഇതുള്ളപ്പോൾ ആ ഒരു ഡീറ്റെയിലിങ്ങിൻ്റെ ക്വാളിറ്റി മാറിയാണ്ടില്ലേ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ മാപ്പിംഗ് നോട്ട്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോയ്സിനെ കുറച്ചിട്ട് വൃത്തിയാക്കി എടുക്കാം, ഇൻ കേസ് ഇഫ് യു വാണ്ട്. പിന്നെ വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കളർ എന്താ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിന് നിങ്ങൾ ഈ IOR എന്നുള്ള സാധനത്ത് കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് സെക്കൻഡ്, അതിന് നമുക്ക് വളരെ വൃത്തിയുള്ളൊരു ഒരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ആയിട്ട് കിട്ടും. ഇനി അതല്ല നിങ്ങൾ അതിനെ ആൽഫയിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ റഫ്നെസ് പോട്ടെ, ഓക്കെ, അപ്പോഴും നമുക്ക് വളരെ വിചിത്രമായ പല സാധനങ്ങൾ കിട്ടും. സോ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ ഈ ഗ്രാഫിക് ഡിസൈനേഴ്സൊക്കെ മറ്റേ സാധനം പഠിക്കുന്ന കാണാം, പോളി ആർട്ടോ അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൻ്റെ പേര്. സോ അതൊക്കെ ഈസിലി ഒരൊറ്റ നോട്ട് സെറ്റപ്പ് കൊണ്ടാണ് നമ്മൾ സെറ്റാക്കി എടുത്തേക്കുന്നത്. സോ നമ്മളിതിലൊന്നും കൊടുക്കണ്ട, നമ്മൾ റഫ്നെസ്സിൽ തന്നെ കൊടുക്കുന്നു, സ്റ്റിക്ക് ടു ദ പ്ലാൻ. സോ ഏകദേശം നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ടെക്സ്ചർ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് വേരിയേഷൻസ് ആണ് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റുക. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോ ഞാനിവിടെ ഒബ്ജക്റ്റിൽ നിന്ന് വേൾഡിലോട്ട് പോവാം. വേൾഡിലോട്ട് പോയ ശേഷം നമുക്ക് ഇവിടെ ഈ X and Y ആക്സിസിൽ ജസ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എൻവയോൺമെൻറ്റിലുള്ള ടെക്സ്ചർ ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഇനി അതല്ല അതിൽ തൊട്ട് കളിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ റൊട്ടേഷനിൽ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് ഓഫ് വേരിയേഷൻസ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. സോ ഇത് ഇത്രയും വലിയൊരു സംഭവമായിട്ട് ഞാൻ പറയാൻ കാരണം, ഇതല്ലാതെ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പള്ളി നടക്കൂല. അത് ഭയങ്കര പാടായിരിക്കും. കാരണം എനിക്ക് ഇത് നോഡിനെ കുറിച്ചുള്ള ഭയങ്കരമായ നോളജ് ഇല്ല. സോ ഐ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, പിന്നെ ഇതൊക്കെ നമ്മൾ ആനിമേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ നമുക്ക് അതിന് ആനിമേഷൻ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ലുക്ക് ലൈക്ക് ലിക്വിഡ്. സോ നമ്മൾ ടെക്സ്ചർ ലിക്വിഡ് പോലെ മൂവ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇപ്പം നിങ്ങൾ തുടക്കത്തിലേ കണ്ടില്ലേ, അതുപോലെ ഇരിക്കും. സോ ഇതൊക്കെ ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഇതിൻ്റെ ആംഗിൾസും കാര്യങ്ങളൊക്കെ മാറ്റി നോക്കാം. സോ ഇതൊക്കെ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങളിപ്പം റൊട്ടേഷനിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. നിങ്ങളതല്ല Y ആക്സിസിലുള്ള റൊട്ടേഷൻ ആണെങ്കിൽ Y ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും. Z ആക്സിസ് ആണെങ്കിൽ Z ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. സോ നമ്മൾ പിന്നെ തിരിച്ചു വന്നു. വേണമെങ്കിൽ ചെറിയൊരു വേരിയേഷൻസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, കൂൾ. ഇനി നമ്മളെന്താ ചെയ്യാമെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ ഇപ്പോൾ ഈ ടെക്സ്ചറിലാണ് വെച്ചത്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് വേറെ വേർഷൻസ് കൊണ്ടുവരണം. അതിനുവേണ്ടി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതിനെ പിടിക്കുക, ഷിഫ്റ്റ് D അടിക്കുക, ഇങ്ങോട്ട് താഴത്തോട്ട് പിടിച്ചിട്ട് ഇടുക. അതിനുശേഷം ഇവിടെ 2 ഉണ്ടാവും. ഈ 2 എഴുതിയേക്കേണ്ട അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെയിം ടെക്സ്ചറിന് തന്നെ 2 ഡ്യൂപ്ലിക്കേറ്റ്സ് ഈ ഒരു ഫയലിലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഞാൻ ആ 2ൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഇൻഡിപെൻഡൻ്റ് ആയി. ഇത് ഇൻഡിപെൻഡൻ്റ് ആവാതെ നിങ്ങൾ ഇവിടെ ക്ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതും ഇറങ്ങിപ്പോവും. സോ ഞാൻ ഇതിനെ ഓപ്പൺ അടിച്ചിട്ട് എൻ്റെ പഴയ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളിതാണ് യൂസ് ചെയ്ത്, നമുക്കിത് യൂസ് ചെയ്യാം. ഓപ്പൺ ഇമേജ്, എന്നിട്ട് ഇതിൻ്റെ വെക്ടർ ഇതിൻ്റെ അടുത്ത് കണക്ട് ചെയ്തിടുക. എന്നിട്ട് മെല്ലെ ഇതിനെ ഡയറക്റ്റ്ലി അങ്ങോട്ട് കണക്ട് ചെയ്തിടുക. സി നമുക്ക് പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഈ ഒരൊറ്റ സാധനത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ. സോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇമേജസ് ഉണ്ട് ഇതിനൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് വളരെ ലിക്വിഡി ലുക്കാക്കി എടുക്കാൻ പറ്റും. അതും വളരെ എളുപ്പത്തിൽ. ഇത്രയും കുറഞ്ഞ നോട്ട് സെറ്റപ്പേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ടും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഭീകരമായ ഔട്ട്പുട്ട്. സോ അതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് വേറെ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹ്യൂ സാച്ചുറേഷൻ നോഡ് എന്ന് പറഞ്ഞിട്ട് നോഡുണ്ട് ഇതിനകത്ത്. ഷിഫ്റ്റ് ഹ്യൂ എന്ന് അടിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വരും. ഹ്യൂ സാച്ചുറേഷൻ വാല്യൂ എന്ന് പറഞ്ഞ നോഡുണ്ട്. അതിനെ പഠിച്ച് ഇതിൻ്റെ ഇടയിലിടുക. എന്നിട്ട് ഇതിൻ്റെ ഹ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കൂ. ഇതിൻ്റെ കളേഴ്സ് പാറ്റേൺസ് മാറുന്നതാണ്. നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നതാണ്. മൈ ഗാഡ്, ഇത് കണ്ടില്ലേ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഈ ഒരു ഒറ്റ നോഡ് കൊണ്ട് തന്നെ നമുക്ക് പറ്റാം. സോ ഹ്യൂ സാച്ചുറേഷൻ നോഡെന്ന് പറയുന്നത് നോർമലി നമ്മൾ ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ആരെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളാരെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂ കേട്ടിട്ടുണ്ടാവും. അതന്നെ ആ സെയിം സംഭവം തന്നെ ഇവിടെയും. സോ നമുക്കിതിൻ്റെ മുകളിൽ ഒരുപാട് വേരിയേഷൻസ് വരുത്താൻ പറ്റും. സോ ഇതെനിക്ക് ഓക്കെ. ഇനി ഇൻ കേസ് നിങ്ങൾക്കിത് വേണമെങ്കിൽ ആനിമേറ്റ് വരെ ചെയ്യാം. നിങ്ങളിപ്പോൾ ഞാൻ 100 ഫ്രെയിം കൊടുക്കുന്നു,
ഞാൻ ഫസ്റ്റ് ഫ്രെയിമിൽ 0 വാല്യൂ കൊടുത്തു. എന്നിട്ട് നമ്മളെ ഈ കേഴ്സർ ഇത് ഹ്യൂവിൻ്റെ മുകളിൽ കൊണ്ടുവരിക. എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു കീ ഫ്രെയിമായി. അതിനുശേഷം ലാസ്റ്റ് ഫ്രെയിമിലോട്ട് ജമ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ പോയിട്ട് 1 എന്നുള്ള വാല്യൂ കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ 2 കീ ഫ്രെയിം വന്നു. മനസ്സിലായില്ലേ? ഇനി നിങ്ങളതൊന്ന് പ്ലേ ചെയ്ത് നോക്കി. ഒറ്റ സെക്കൻഡ്. ലെറ്റ് മീ സേവ് ദിസ് ഫയൽ. ടു സ്കൾ. കളർ മാറുന്നുണ്ടല്ലേ ഓട്ടോമാറ്റിക്കായിട്ട്. സോ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സാധനങ്ങൾ വരും. നൈസ് അല്ലേ? സോ ഇത്രയേ ഉള്ളൂ സംഭവം. ദിസ് ഈസ് വെരി ഈസി, വെരി യൂസ്ഫുൾ. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗോ ട്രൈ. ഇറ്റ്സ് കൂൾ, ഇറ്റ്സ് ഓസം. ഈ ഒരു പാറ്റേൺ ഈ ഒരു സംഭവം എനിക്ക് മുന്നേ അറിയായിരുന്നെങ്കിൽ ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു നോളജാണ്. ബട്ട് സംടൈംസ് നമ്മളെ ബേസിക് പോലും നമ്മളെ തലയിൽ കയറത്തില്ല. സോ ഞാൻ പണ്ട് മുതലേ ടെക്നിക്കലി ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അങ്ങ് നിർത്തുക. സോ ഞാൻ പണ്ട് മുതലേ എനിക്ക് ഈ എഡ്വേർഡോവിയുടെ സാധനങ്ങൾ ഞാൻ കാണാറുണ്ട്. സോ ഈ ചങ്ങായി സിനിമ 4Dയിൽ ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഈ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇൻസെയിൻ മാൻ. സോ ഇയാളൊക്കെ നല്ല ലക്ഷങ്ങളാണ് വാങ്ങുന്നത്. മറ്റേ ഈ കൺസേർട്ടിനൊക്കെ ഓരോ സാധനങ്ങൾ ചെയ്യും. പക്ഷേ അതിനുള്ള കഴിവുണ്ട് വാങ്ങുന്നതിന്. സോ ഇത് എങ്ങനെ ചെയ്യുന്നൊക്കെ ആലോചിച്ചിരിക്കുന്നു. കാരണം പുള്ളിക്കാരൻ്റെ ടെക്സ്ചറിങ് സ്റ്റൈൽ വളരെ ഡിഫറെൻ്റ് ആണ്. ക്രേസി ടെക്സ്ചറിങ് ആണ്. വളരെ പോപ്പിംഗ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട്. സോ ഐ വാസ് സോ ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. സോ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ.